ഇറാന് നേരെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളെ തടയാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്വമുണ്ടെന്നാണ് ഇറാൻ ഫോറിൻ മിനിസ്ട്രിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന. ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം പെട്ടെന്ന് ഒരു പുതിയ സംഘർഷം അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെടുകയായിരുന്നു. ഹോർമൂസിന് സമീപം അമേരിക്കയുടെ അഭിമാനമായ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്ന് വീണതാണ് പുതിയ സംഭവ വികാസങ്ങളുടെ തുടക്കം. ഇറാനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അമേരിക്ക ആരോപിക്കുകയും ഇറാന് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ കരുത്തുറ്റ ഗൺഷിപ്പാണ്, ഏറ്റവും കരുത്തുറ്റ ആക്രമണ ഹെലികോപ്റ്ററാണ് അപ്പാച്ചെ. ഹെലികോപ്റ്റർ തകർത്തത് ഇറാനാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് അമേരിക്ക വീണ്ടും ഇറാൻ്റെ തന്ത്രപ്രധാനമായ പല ഭാഗങ്ങളിലും ആക്രമണം നടത്തിയത്. ബഹ്റൈനിലെയും ജോർദാനിലെയും സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാൻ ഫോറിൻ മിനിസ്ട്രി അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക GCC രാജ്യങ്ങളിലെ താവളങ്ങൾ ഉപയോഗിക്കുന്നത് തടയാൻ GCC രാജ്യങ്ങൾക്ക് ബാധ്യതയുണ്ട്. അത് അവരുടെ ധാർമ്മികവും നിയമപരവുമായ ബാധ്യതയാണെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. യുദ്ധത്തിനും സമാധാന സന്ധി സംഭാഷണങ്ങൾക്കും രണ്ടിനും ഇറാൻ തയ്യാറാണ് എന്ന പെസഷ്കിയാൻ്റെ പ്രസ്താവന അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇറാൻ്റെ പൊടുന്നനെയുള്ള പ്രതികരണവും ആക്രമണവും. ഇറാൻ്റെ സൈനിക ശക്തിക്ക് ഒരു ചോർച്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് പുതിയ പ്രത്യാക്രമണം വ്യക്തമാക്കുന്നത്. സമാധാന ചർച്ചയുടെ സന്ധി സംഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വഴിത്തിരിവ് മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെട്ടത്.